വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് അതിന്റെ മുകളിലോട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അതിന്റെ താഴെയാണ് മിക്ക ദിവസങ്ങളിലും വരുന്നത്. ഇനി ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അതിന്റെ താഴേക്ക് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവലാണ്. ഈ ഒരു ലെവലിനെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലും ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൂടുതൽ ഏരിയാസ് കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. അതുപോലെ ശ്രദ്ധിച്ചാൽ കാണാം ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് ഒരു നല്ലൊരു ഫോള് കാണിച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം നല്ലൊരു ഫോള് കാണിച്ചിട്ട് ഇപ്പൊ റീടെസ്റ്റിനാണ് വന്നിരിക്കുന്നത്. റീടെസ്റ്റിന് വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു FEGയിലാണ് വന്നിരിക്കുന്നത്. ആ ഒരു FEGനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് 1 അവറിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ നല്ലൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. മൾട്ടിപ്പിൾ ടൈം വന്ന മാർക്കറ്റ് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം സപ്പോർട്ടും എടുത്തിട്ട് 2 തവണ. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയനെ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിലുള്ളത്. ഇനി നമുക്ക് 15 മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം മറ്റെന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം. 15 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെയാണ് വരുന്നത്. ഇപ്പൊ കറന്റ്ലി നിൽക്കുന്ന ഏരിയ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് നടന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് ബ്രേക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി അവിടേക്ക് വരികയാണെങ്കിൽ എക്സ്പെഷ്യലി ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഒരു നല്ലൊരു മൂവ്മെന്റ് വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. എൻട്രി എടുക്കുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്കും കൂടി നടക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ആ ഒരു ബ്രേക്ക് നടന്നിട്ട് പിന്നെ വരുന്ന റീടെസ്റ്റിൽ നമുക്കൊരു എൻട്രി എടുക്കാം. അപ്പൊ അതിന്റെ ഏറെക്കുറെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ലൈൻ ആയിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡേയുടെ ലോയാണ്. മാത്രമല്ല വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് പലതവണ അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസും എടുത്ത ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ മറ്റൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ്. ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഒരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ട്രേഡ് എടുക്കാം. ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ലെവൽ വരെ നമ്മളിപ്പോ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ലൈനിൽ വരെ ആയിരിക്കാം ഏറെക്കുറെ ടാർഗറ്റ് കിട്ടുന്നത്. അതിന് മുന്നത്തെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അതൊന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ആ ഒരു ലെവലിലേക്ക് ഒരു പക്ഷേ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിന് നോക്കിയതിനു ശേഷം എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് 2 എൻട്രി സാധ്യതകൾ പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല ബ്രേക്ക് ആണ് അവിടെ നിന്ന് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു റീടെസ്റ്റ് വരുന്ന സമയത്ത് വീണ്ടും ഒരു എൻട്രി ഉണ്ട്. ആ ഒരു എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവൽ വരെയാണ്. ഈ ലെവലിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. കാരണം ഇവിടെ റീടെസ്റ്റ് ഇതുവരെ നടക്കാത്ത ഒരു ഏരിയ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയും കൂടിയാണ്. അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, അതായത് ഈ നല്ല രീതിയിൽ ഒരു മുകളിലോട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. ആ ഒരു ബൈ എൻട്രി എന്ന് പറയുന്ന ടാർഗറ്റ് ഏറെക്കുറെയൊക്കെ ഈ ലെവലിലേക്കൊക്കെ വരെ എത്താവുന്നതാണ്. ലോങ് ടൈമിലേക്കൊക്കെ ബൈ എൻട്രി ഒരുപക്ഷെ കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് വലിയ രീതിയിൽ മൂവ്മെന്റ് തന്നിട്ട് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഐനെ ബ്രേക്ക് ചെയ്യാണ്ടിട്ട് വരുന്ന റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ വരെ മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. എനിവേ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട എൻട്രി സാധ്യതകൾ. എൻട്രി എടുക്കുന്ന ആളുകൾ ഈ ഏരിയാസ് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിനെ നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്.
അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.